Hi guys, സിംപ്ലിഫിക്കേഷൻ ടോപ്പിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്. നമ്മൾ SSC പ്രിപ്പയർ ചെയ്യുന്ന ആരായാലും ഏതൊരു എക്സാമിനായാലും മിക്ക എക്സാമിനും ഈ ഒരു ഫോമുലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോമുലയാണ് AQ + BQ + CQ - 3ABC. ഈ എക്സ്പ്രഷന് 3 ഫോമുല ഉണ്ട്. 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, 3 ഫോമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ എക്സ്പ്രഷന് ആദ്യത്തെ ഫോമുലയാണ് AQ + BQ + CQ - 3ABC = A + B + C into A² + B² + C² - AB - BC - CA. ഇതാദ്യത്തെ ഇക്വേഷൻ. രണ്ടാമത്തത് AQ + BQ + CQ - 3ABC = A + B + C into ഫസ്റ്റ് ടേം തന്നെ ചെറിയൊരു വേരിയേഷൻ തന്നെയാണ് into A + B + C (² കഴിഞ്ഞില്ല മൈനസ് ഓഫ് ത്രൈസ് AB + BC + CA BC + CA. ഓക്കെ, ഒരു ഫോമുലയും കൊണ്ട് ഈക്വൽ ടു ഇത് ഓരോ ഫോമുലയും ഓരോന്നിനും ഡെറിവ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു A + B + C ഇൻറ്റു A - B (² plus B - C (² plus C - A (²). ഓക്കെ, 3 ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ഏത് ചോദിക്കുന്നതെന്ന് അറിയില്ല, ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നതെന്ന് അറിഞ്ഞില്ല. 3 നമ്മൾ പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം മാത്രം പഠിച്ചാൽ പോലെ 3 അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചേ. ഇവിടെ എയുടെ വാല്യൂ 1.2 ആണ്. ന്യൂമറേറ്റർ ശ്രദ്ധിച്ചാൽ മതി. ന്യൂമറേറ്റർ ഒന്നുമില്ല, AQ + BQ + CQ - 3ABC ആണ് നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.2 ആണ്. ബിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 0.8 ആണ്. സിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 0.7 ആണ്. ഓക്കെ, അപ്പം മുകളിൽ AQ + BQ + CQ - 3ABC. താഴെ എന്താണ്? ഇവിടെ ഒരു A² ഉണ്ട്, ഇവിടെ B² ഉണ്ട്, C² ഉണ്ട്. -AB ആണ് 1.2 × 0.8 ആണ് 0.96 എന്ന് പറഞ്ഞാൽ. -BC ഉണ്ട് 1.2 × BC അല്ല AC 1.2 × 0.7 ആണ് 0.84. -BC 0.8 × 0.7 ആണ് 0.56. ഓക്കെ, അപ്പം എക്സ്ട്രാ ഉള്ളത് എന്താണ്? ഏത് ഫോമുലയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തെ ഫോമുല, അതായത് A + B + C × A² + C² + C² - AB - BC - CA. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. A² + B² + C² - AB - BC - CA ഇവിടെ ഉണ്ട്, ഇക്വേഷനുണ്ട്. പക്ഷേ ഇവിടെ A + B + Cക്ക് പകരം A + B + C/2 ആണ്. അതായത് A + B + Cയുടെ വാല്യൂ എന്താണ്? 1.2 + 0.8 + 0.7, അതായത് 2.7 ആണ് വരുന്നത്. പക്ഷെ 2.7ന്റെ പകുതി ആയിട്ടുള്ള 1.35 ഉള്ളൂ. ഞാൻ ഇതൊന്നും വേണ്ട, 2.7 ഇതിനെ 2.7/2 എന്ന് എഴുതാമല്ലോ. 2.7/2 എന്ന് എഴുതുമ്പോൾ ന്യൂമറേറ്ററിൽ 2 കയറി പോകും. ഓക്കെ, 2 × ന്യൂമറേറ്റർ. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം വാല്യൂ ആണ്. AQ + BQ + CQ ആണ് നമ്മുടെ ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? A + B + C × A² + B² + C² - AB - BC - CA. ഓക്കെ, അപ്പം ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കട്ട് ചെയ്ത് പോകും. ആകെ വരുന്നത് 2 മാത്രമാണ് ബാക്കി വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ B 2. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.